ശാസ്ത്രത്തിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ് എന്നാണ്. വിശുദ്ധ ഖുർആനാണ് എല്ലാ ശാസ്ത്രത്തിന്റെയും പിന്നിൽ വർത്തിക്കുന്നത്. ഒരു ഉദാഹരണത്തോടെ ഞാനത് സമർത്ഥിക്കാം. ജബ്ബാർ മാഷ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അതായത് ഈ ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇബ്ൻ അൽ ഹൈത്തം എന്നാണ്. ഇബ്ൻ അൽ ഹൈത്തമാണ് ആദ്യമായിട്ട് ഈ ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്നത് അത് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നതല്ല, മറിച്ച് അതൊരു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്, അഥവാ ഡിറൈവ്ഡ് ലൈറ്റ് ആണ് എന്ന് ആദ്യമായി ലോകത്ത് സിദ്ധാന്തിച്ചത് ഈ ഇബ്ൻ അൽ ഹൈത്തമാണ്. ഇബ്ൻ അൽ ഹൈത്തം തന്നെ അദ്ദേഹത്തിന്റെ കിതാബുൽ മനാദിർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ദ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്. ഇന്നത്തെ ഒപ്റ്റിക് എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ മൂലം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്. അതായത് മറ്റേ നമ്മുടെ തോമസ് ആൽവ എഡിസൺ ഒക്കെ അദ്ദേഹം ഒക്കെ ഈ പുസ്തകം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഇദ്ദേഹം ഇബ്ൻ അൽ ഹൈത്തം എന്ന് പറയുന്ന ഈ മഹാൻ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്താൻ കാരണമായത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ്. ആയത്ത് എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ 10:5 എടുത്ത് നോക്കിയാൽ കാണാം. എന്ന് പറഞ്ഞാല് സൂര്യനെ അള്ളാഹു സ്വയം പ്രകാശിപ്പിക്കുന്ന ഒന്നാക്കുകയും ചന്ദ്രനെ അള്ളാഹു റിഫ്ലക്ട് ചെയ്യുന്ന പ്രകാശത്തിന്റെ സ്രോതസ്സാക്കുകയും ചെയ്തു എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിയാലും, ലിസാനുൽ അറബ് എടുത്ത് നോക്കിയാലും, മുഹീത്ത് എടുത്ത് നോക്കിയാലും, അൽ മുഅ്ജമുൽ വസീത്ത് എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതായത് അന്നത്തെ കാലത്തൊക്കെ ടോളമി അടക്കമുള്ളവരൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശിതമാണ്, സൂര്യനെ പോലെ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് അവർക്ക് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതിനെ തിരുത്തിയത് വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രൊക്തമായിട്ടുള്ള ഈ ഇബ്ൻ അൽ ഹൈത്തമിന്റെ കണ്ടുപിടുത്തമായിരുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് ജബ്ബാർ മാഷ്? ഇത് സാക്കിർ നായിക്കിന്റെ വാദമാണ്. നൂറ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണോ അർത്ഥം? അതെ, ഡിറൈവ്ഡ് ലൈറ്റ് നൂറ് എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം. അല്ല, പയ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നൂറാകുന്നു പലയിടത്തും ആയത്തിലുണ്ട്. അള്ളാഹ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് എവിടെയെങ്കിലും പറയൂ? ജബ്ബാർ മാഷ് പറയട്ടെ. പറയൂ. അതിരിക്കെ ഈ മാതിരി നുണയും കൊണ്ടൊന്നും ഇവിടെ വരാതിരിക്കാതെ, ഇതൊക്കെ അന്ന് ആ സംവാദ വേദിയിൽ വെച്ച് എന്നെ പൊളിച്ചു വന്ന കാര്യങ്ങളാണ്. എത്രയോ തവണ നമ്മൾ പൊളിച്ചു കാണിച്ചിട്ടുള്ളത്. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് അർത്ഥം. ഖുർആനിലെ ഈ ചന്ദ്രക്കലയെ കുറിച്ച് ആളുകൾ ചോദിച്ചതിന്റെ ഉത്തരമൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രൻ ഒരു വെളിച്ചമാണ്, അത് ഇങ്ങനെ കൊലയുടെ തണ്ടുണങ്ങിയത് മാതിരി ചെറുതായിട്ട് വരും, കൊലം മാറി വരും എന്ന് പറയല്ലാതെ ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് എന്നോ അതൊരു പാറ കൊണ്ടുള്ള ഒരു ഗോളമാണെന്നോ അതിൽ വെളിച്ചം തട്ടുന്ന ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ വൃദ്ധിക്ഷയം ഉണ്ടാവുന്നത് എന്നോ 3ാം ക്ലാസ്സിൽ ഞങ്ങൾ കുട്ടികളെ ടോർച്ചും പന്തും ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്ന കാര്യം പോലും പറഞ്ഞു തരാനുള്ള വിവരം ഈ അള്ളാഹ്ക്ക് ഉണ്ടായിരുന്നില്ല. ആ മരുഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കിയാൽ കാണുന്ന കാര്യമാണ് ചന്ദ്രൻ ഒരു വെളിച്ചം പോലെ ആകാശത്ത് കാണുന്നു, മറ്റേത് കുറച്ചുകൂടെ കണ്ടു കുത്തുന്ന വെളിച്ചം, അപ്പൊ വിളക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ വിളക്ക് വെളിച്ചം എന്നുള്ള 2 പ്രയോഗം നടത്തി എന്നല്ലാതെ അതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല. ആ ഖുർആനിലെ ശാസ്ത്രം കണ്ടിട്ടൊന്നുമല്ല ഇബ്നു ഹൈത്തം ഈ പറഞ്ഞ വെളിച്ചം റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് കണ്ടുപിടിച്ചത്. ഇതൊക്കെ നുണയാണ്, വെറുതെ നുണ. ഇതൊക്കെ എന്ന വാക്കിന് ഈ പറയുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയ അർത്ഥമാണ്. അങ്ങനെ അർത്ഥമൊന്നും അറബി ഭാഷയിലില്ല. നൂറ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് പറയും. ഇതേ ഖുർആനിൽ മുഹമ്മദിനെ വിളക്കായിട്ടും അള്ളാഹുവിനെ നൂറായിട്ടും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് അള്ളാഹു ഉണ്ടായിരുന്നത്. ഇതും ഞാൻ അന്ന് സംവാദ വേദിയിൽ ആയത്ത് കാണിച്ചെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ മാതിരി നുണയൊന്നും പറഞ്ഞു വരണ്ട നിഷാദേ. ഞാൻ പറയാം, നൂറെന്നും പറഞ്ഞ് ആയത്തിൽ പലയിടത്ത് മെൻഷൻ ഉണ്ട്. അപ്പൊ അള്ളാഹുവിനെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയിട്ട് പറയൂ. ഖുർആനിന് തഫ്സീറുണ്ട്. തഫ്സീർ ഇബ്നു കസീർ എടുത്തോ നിങ്ങൾക്ക് കാണാം. ഇനി ലിസാനുൽ അറബ് എടുത്തോ, അൽ മുഹീത്ത് എടുത്തോ, മുഅ്ജമുൽ വസീത്ത് എടുത്തോ, മൗരിദ് എടുത്തോ, അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറി, ആൻസ്വറിന്റെ ഡിക്ഷണറി എടുത്തോ, എല്ലാത്തിലും നൂറ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബയ്യൻ, റിവീൽ, റിഫ്ലക്ട്. ഇസ്തനാറബിഹി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇസ്തനാറബിഹി എന്ന് പറഞ്ഞാല് ഇസ്തമദ്ദ ശുആ എന്നാണ്, അഥവാ സപ്ലൈഡ് ലൈറ്റ്.
ഡിറൈവ്ഡ് ലൈറ്റ്. അനാറ അൽ മക്കാൻ, നൂറ് എന്ന വാക്കിൽ നിന്ന് പ്രോക്തമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. അനാറ അൽ മക്കാൻ ശർത്ത് എന്താ? സാക്കിർ നായിക്കിന്റെ ഈ തള്ളൊക്കെ പൊളിച്ചതാ പണ്ടേ. പറയല്ലേ ഷെറിൻ, ഇടപെടല്ലേ? ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ. വലഅ ഫീഹി അൽ നൂർ, വലഅ ഫീഹി അൽ നൂർ എന്ന് വെച്ചാൽ എന്താ? റിഫ്ലക്റ്റഡ് ലൈറ്റ് ഓഫ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നവ്വറത്തൽ ഷജാറ, നവ്വറത്തൽ ഷജാറ വ അനാറത്ത് ഐളൻ എന്ന് വെച്ച അർത്ഥം എന്താ? കുറെ അറബി വാക്ക് പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രൻ ഉപഗ്രഹമാണ്. നിഷാദ് വെയിറ്റ് ചെയ്യൂ, ഒരു മിനിറ്റ്. ഉത്തരം പറയട്ടെ, ഉത്തരം പറഞ്ഞിട്ട് നിഷാദ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ജബ്ബാർ മാഷ് പറയുമ്പോ കേട്ടു. ജബ്ബാർ മാഷ് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ജബ്ബാർ മാഷ് കേട്ടതിന് ശേഷമാണ് പറയുന്നത്. ഓക്കെ, അല്ല ജബ്ബാർ മാഷ് പറഞ്ഞു തീർന്നില്ല. എന്തിനാണ് എന്നെ മ്യൂട്ട് ചെയ്യുന്നത്? നവ്വറത്ത് അൽ ഷജറ വ അനാറത്ത് ഐളൻ ശർത്ത് എന്താ? നവ്വറത്ത് ധാരാളം തഫ്സീറുകളിൽ നിഷാദ് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം തഫ്സീർ അല്ലാ എഴുതിയത്. പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. ജബ്ബാർ മാഷ് പറയും. ഞാൻ പറഞ്ഞു ജബ്ബാർ മാഷ് പറയും. എല്ലാരും കൂടി സംസാരിച്ച് എന്നും ക്ലിയർ അല്ലേ? എല്ലാം സംസാരിക്കല്ലേ? ഓക്കെ. അപ്പൊ നവ്വറത്ത് പിന്നെ മ്യൂട്ട് ചെയ്യണം എന്നെ. ഇത് ആരാണ് മ്യൂട്ട് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ നിഷാദിന് അധികാരവും അവകാശവും തന്നിട്ടില്ല. മോഡറേറ്റേഴ്സ് സംസാരിച്ച് നിഷാദിന് സമയം തരും. അപ്പോഴേക്കും നിഷാദിന് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് ലിയാൻ എന്ന് പറഞ്ഞാൽ അത് സോഴ്സ് ഓഫ് ലൈറ്റ് എന്നാണ്. സൂര്യൻ സോഴ്സ് ഓഫ് ലൈറ്റും 100 എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റുമാണ് എന്ന് ആദ്യമായി ലോകത്ത് സിദ്ധാന്തിച്ചത് ഖുർആനാണ്. ഇതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? പറയൂ. ഇതിനെ ഖണ്ഡിക്കാൻ എന്താ? ഒരു അറബിക് ഡിക്ഷണറി ഒരാള് മറുപടി പറയാം. ഒന്നെങ്കിൽ ഷെറിൻ പറയൂ, അല്ലെങ്കിൽ ജബ്ബാർ മാഷ് പറയാം, അല്ലെങ്കിൽ ഷെറിൻ പറയുമോ? അതല്ല, ജബ്ബാർ മാഷിന് പറയട്ടെ. ജബ്ബാർ മാഷല്ലേ നിങ്ങളുടെ നേതാവ്, അദ്ദേഹം പറയട്ടെ. വെയിറ്റ് ചെയ്യൂ. ആരെങ്കിലും ഇവിടെ മോഡറേറ്റേഴ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഒരു മിനിറ്റ് നിഷാദ്, ഒരു മിനിറ്റ്. റിഫ്ലക്ഷൻ അർത്ഥമില്ലേ? പറയൂ. അർത്ഥമില്ല. നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന അർത്ഥമാണ്. ഹലോ നിഷാദെ ഒന്ന് കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. ഒരു മിനിറ്റ് നിഷാദ്. ഇവിടെ നിഷാദിന്റെ ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയണം എന്നുള്ളത് മോഡറേറ്റേഴ്സ് തീരുമാനിക്കും. നിഷാദ് ആവശ്യപ്പെടുന്ന തരത്തിൽ ഇന്നയാൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. അവർക്ക് മറുപടി ഉണ്ടെങ്കിൽ അവർ പറഞ്ഞോളും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള പറഞ്ഞു തീർക്കാനുള്ള ക്ഷമ കാണിക്കണം. ഒരു കാര്യം കൂടി, നിഷാദ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഫത്താഹ് പറഞ്ഞുള്ള ഇത് ഖുർആനിൽ നിന്ന് എന്താ പറയാ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ശാസ്ത്രീയ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള രേഖയുണ്ടോ എന്നുള്ള കാര്യം കൂടെ പറയണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇന്നയാള് ഇന്ന കാര്യം ചെയ്തത്, ഇന്ന കാര്യം കണ്ടുപിടിച്ചത്, അത് രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോ അതിന് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു പോകണം. നിഷാദ് ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഷെറിനും പിന്നീട് സമയമുണ്ടെങ്കിൽ ജബ്ബാർ മാഷും മറുപടി പറയും. ഹലോ, കേൾക്കാം. ഷെറിൻ പറയും. 100 എത്ര അറബിക് ഡിക്ഷണറി തുറന്നു നോക്കിയാലും അതിന്റെ എല്ലാ ലൈറ്റും എല്ലായിടത്തും 100 ഇടപെടാതിരിക്കുക. ഒരാൾ സംസാരിക്കാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയി 100 നോക്കിയാല് ലൈറ്റ് എന്നല്ലാതെ വേറെ ഒരു അർത്ഥവും പറയുന്നില്ല. അത് മാത്രമല്ല, അള്ളാഹു നൂറാകുന്നു എന്ന് പറഞ്ഞ് പലയിടത്തും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്ന് പറയുമ്പോ
നിങ്ങൾ പറഞ്ഞതിലുള്ള കള്ളത്തരം മനസ്സിലാവും. അള്ളാഹു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിയാവും. അള്ളാഹു ആണോ റിഫ്ലക്റ്റഡ് ലൈറ്റ്? പ്രകാശം എന്നാണ് ഒരിടത്തല്ല പലയിടത്തും അങ്ങനത്തെ റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നൂറ് ഇത് ജാക്കിർ നായിക്ക് പണ്ട് കൊണ്ടുവന്ന നമ്പറാണ്. ഇതൊക്കെ അന്നേ എല്ലാം കുറെ അപ്പോളജിസ്റ്റുകളും ഒക്കെ തള്ളി പുള്ളിയെ മടക്കി കൈ കൊടുത്താണ്. അപ്പൊ അതും കൊണ്ടാണ് നിഷാദ് പിന്നെയും വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ചന്ദ്രൻ 100 എന്ന് പറഞ്ഞത് തന്നെ മണ്ടത്തരമാണ്. ചന്ദ്രൻ 100 ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. അത് പാറ കൊണ്ടുണ്ടാക്കിയ ഒരു ഗോളമാണ്. ഇനി മനുഷ്യൻ ചന്ദ്രനിൽ പോയി ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമിയും 100 കാണുന്നത്. ഈ ചന്ദ്രനിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ നമ്മൾ ചന്ദ്രനെ കാണുന്നത് നമുക്ക് വെളിച്ചമായിട്ട് തോന്നുന്നു. അന്നത്തെ അറബികൾക്ക് ആകാശത്ത് നിന്ന് നോക്കിയപ്പോൾ അതൊരു വെളിച്ചമായിട്ട് തോന്നി. ആ വെളിച്ചം കോലം മാറുന്നതായിട്ട് തോന്നി. ആ അറബികൾ ആകാശത്തേക്ക് മാനത്തേക്ക് നോക്കി കണ്ട കാഴ്ച മാത്രമേ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ചന്ദ്രൻ വെളിച്ചമല്ല. സൂര്യനെ കുറിച്ച് വിളക്ക് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് പ്രകാശമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട്. പക്ഷെ ചന്ദ്രനെ 100 എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയാലും ശരി, അല്ലാത്ത ലൈറ്റ് ആയാലും ശരി, അത് മണ്ടത്തരമാണ്. ചന്ദ്രൻ ഭൂമിയെ പോലെ ഒരു പാറ കൊണ്ടുണ്ടാക്കിയ ഗോളമാണ്. അത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. അള്ളാഹു ആണ് ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ അള്ളാഹു അതായിരുന്നു മനുഷ്യനോട് പറഞ്ഞു തരേണ്ടിയിരുന്നത്. അറബികൾ സംശയം ചോദിച്ചിട്ട് ആ സംശയത്തിന് മറുപടി ആയിട്ട് പറഞ്ഞത് പോലും അരി എത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞായി എന്ന തരത്തിലുള്ള ഉത്തരമാണ്. എന്തുകൊണ്ട് ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്ന് ആളുകൾ ചോദിച്ചപ്പോ അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതല്ലാതെ എന്താണ് ഈ ചന്ദ്രനെന്നോ അത് എന്തുകൊണ്ടാണ് അതിന് ആ വെളിച്ചത്തിന് ഈ വ്യത്യാസം വരുന്നതെന്നോ പറഞ്ഞു കൊടുക്കാനുള്ള 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ അറിവ് പോലും ഈ ഖുർആൻ എഴുതിയ അള്ളാഹുവിനോ നബിക്കോ ഇത് താങ്ങി പിടിച്ചുകൊണ്ടെന്ന ജിബ്രീലിനോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ 100 എന്നുള്ള വാക്കുമ്പോ കളിക്കേണ്ട. ചന്ദ്രൻ വെളിച്ചമാണ് എന്ന് പറഞ്ഞാലും ചന്ദ്രൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരുപോലെ മണ്ടത്തരമാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നായിരുന്നു പറയേണ്ടിയത്. ഇനി നിഷാന എന്നാലും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ജബ്ബാർ മാഷേ, ചന്ദ്രൻ ഗോളാകൃതിയിലുള്ളതല്ല എന്നിവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചന്ദ്രന്റെ പ്രകാശത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ചന്ദ്രൻ സ്വയമേവ പ്രകാശിപ്പിക്കുന്നതല്ല സൂര്യനെ പോലെ, മറിച്ച് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യിക്കുന്നതാണ് എന്ന് ലോകത്ത് ആദ്യമായി സിദ്ധാന്തിച്ചത് ഇബ്ൻ അൽ ഹൈത്തമാണ്. അതേ ഇബ്ൻ അൽ ഹൈത്തം അദ്ദേഹത്തിന്റെ കിതാബുൽ മനാദിർ പറയുന്നു, അതിന് എന്നെ പ്രാപ്തനാക്കിയത് വിശുദ്ധ ഖുർആനാണ്. ഞാൻ ചരിത്രമാണ് പറയുന്നത്. കിതാബുൽ മനാദിർ, ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്. ഇവിടെ ഷിഹാബുദ്ദീൻ ചോദിച്ചു, ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് ചരിത്രത്തിന്റെ ഭാഗമാണ്. തോമസ് ആൽവ എഡിസൺ അടക്കം ഈ പുസ്തകം നോക്കിയിട്ടാണ് ചരിത്രം സയൻസ് വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ചു നോക്ക്, കിതാബുൽ മനാദിർ. ആ കിതാബുൽ മനാദിർ ഇദ്ദേഹം പറയുകയാണ്, ഇബ്നുൽ ഹൈത്തം പറയുന്നു, ഹുവല്ലദീന ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറാ. അപ്പോ ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ലൈറ്റ് ആണ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. ഞാൻ എത്രയോ ഡിക്ഷണറി ഇവിടെ ഉദ്ധരിച്ചു. 100 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിഫ്ലക്റ്റഡ് എന്ന അർത്ഥമുണ്ട്. നൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. കിതാബൽ ഐൻ, കിതാബൽ ജിൻ, ഇതൊക്കെ ഈ രണ്ട് ഡിക്ഷണറിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 100 കിതാബൽ ഐൻ, കിതാബൽ ഐൻ, പിന്നെ കിതാബൽ ജിം, അതിലൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഏത് ആരെന്നൊക്കെ പോയി വായിച്ചു നോക്കും. അറബിക് ഏറ്റവും അതുമല്ല, അല്ല നിങ്ങൾ പറയുന്നത് മറ്റേ അയാള് പറഞ്ഞത്, അയാള് ഖുർആൻ കാരണമാണ് പ്രചോദനം കിട്ടിയത് കൊണ്ട് എഴുതിയെന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും അത് അയാൾ പറഞ്ഞു എന്നും പറഞ്ഞ് അതിന് തെളിവായി. സഹായത്തോടുകൂടി ഡിക്ഷണറിയുടെ സഹായത്തോടുകൂടി ഞാൻ ഇവിടെ തെളിയിക്കുന്നു. എന്താണ് തെളിയിക്കുന്നത്? എന്തിനാണ് ഖുർആനിൽ അങ്ങനെ ഈ സൂര്യൻ എന്ന് പറയുന്നിടത്ത് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞത് എന്താ? ലിയാഅൻ, ശംസിനെ ലിയാഅൻ എന്ന് പറഞ്ഞു. ലിയാ എന്ന് ചേർത്ത് എന്താ? നിർത്തൂ. അടുത്തയാൾ ശംസ് എന്ന് പറഞ്ഞാൽ സൂറത്ത് 100 35-ാമത്തെ ആയത്തിലുണ്ട് അള്ളാഹു 100 ഇപ്പൊ നിഷാദ് പറഞ്ഞ പ്രകാരം റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. അള്ളാഹു മുഹമ്മദിന്റെ പ്രകാശമായി.
അള്ളാഹു നൂറ് സമാവാത്തി വല്ലാവുന്നത് കൃത്യമായ മതേതരമായി രണ്ട് മീനിങ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം ഒരു രണ്ട് മീനിങ് ഇല്ല, അങ്ങനെ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. അള്ളാഹു നൂറു സമാവാത്തി വല്ലറ എന്ന് പറഞ്ഞാൽ നൂറ് എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്, മുത്തറാധിപത്തായ പ്രയോഗങ്ങളുണ്ട്. ഇത് മാത്രമല്ലല്ലോ, ഇത് മാത്രമുള്ളൂ ഞാൻ പറഞ്ഞോ. അത് ഓരോ ആയത്തിന്റെയും തഫ്സീർ നോക്കണം. റിവീൽ എന്നാണ് അർത്ഥം. റിവീൽ എന്ന അർത്ഥമുണ്ട്. റിവീൽ മനസ്സിലാവുന്നുണ്ടോ? റിവീൽ എന്ന് വെച്ചാൽ എന്താ? പ്രകാശിപ്പിക്കുക, പ്രകാശിതമാകുക. റിവീൽ പ്രകാശിപ്പിക്കുക. ഒരേ വാക്കിൽ പല മീനിങ് ഉള്ള സിദ്ധാന്തം ഞാൻ ആദ്യമായിട്ട് ഒരു വാക്കിന് മുത്തറാധിപത്തായ പ്രയോഗം ഇല്ലേ? ഒരു ഇപ്പൊ ഞാൻ റിവീൽഡ് ലൈറ്റ് ഒരേ സമയം വരുമോ? പുള്ളി അങ്ങോട്ട് നൈസായിട്ട് ഉറപ്പിച്ചു. ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നും അവിടെ അതാണെന്നും പുള്ളി അങ്ങ് ഉറപ്പിച്ചു. സംസാരിച്ചു പോകാൻ പറ്റില്ല. ഒരാൾ നിങ്ങൾ ഈ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബഹളം വെക്കുക. നിഷാദ് മ്യൂട്ട് ചെയ്തു. നിഷാദ് മ്യൂട്ട് ചെയ്തു. ഓട്ടോയുടെ അടുത്ത് സംസാരിക്കാൻ ഞാൻ ആ മുന്നോട്ട് നൂറ് എന്ന് പറഞ്ഞാൽ അർത്ഥം റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്ന് തന്നെയാണ്. ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അർത്ഥങ്ങളുണ്ട്, നിശാദ് പറഞ്ഞിട്ടേ ഇല്ല. സൗണ്ട് പ്രശ്നമാണല്ലോ. വോയിസ് ക്ലിയർ അല്ല. ഓട്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. കേൾക്കണ്ട? പറഞ്ഞോളൂ. ചെറിയൊരു കരകരപ്പ്. സൂറത്തുൽ ഖിയാമത്തുനിന്ന് കുറച്ച് ആയത്തുകൾ ഓതാം. അത് ഖിയാമത്ത് നാളിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ് അതിനകത്ത്. ഫഇദാ ബരിഖൽ ഖമർ വഖസഫൽ ഖമർ, ഫഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ. ഞാൻ ഉപയോഗിക്കുന്നത് KV കൂറ്റനാടിന്റെ പരിഭാഷയാണ്. KV കൂറ്റനാടിന് അർത്ഥറിയില്ല നിഷാദിന് വാദമുണ്ടെങ്കിൽ നിഷാദിന് പുറത്തുപോകാം, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ കണ്ണുകൾ അന്ധാളിച്ച് അഞ്ചിപ്പോകുകയും ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ എവിടേക്കാണ് ഓടി രക്ഷപ്പെടേണ്ടത് എന്ന് അന്നത്തെ ദിവസം മനുഷ്യൻ ചോദിക്കും. ഫഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ വജുമിഅ അശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ കല്ലാ ലാ വസർ. ഇതാണ് ആയത്തുകൾ. അവിടെ വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട് ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകും. ഇല്ലാത്ത പ്രകാശം കെട്ടുപോകുന്ന ടെക്നിക്ക് അതൊരു പക്ഷേ നിഷാദിന് മാത്രം അറിയുന്ന ടെക്നിക്കായിരിക്കും. ലോകത്ത് വേറെ ആർക്കും അങ്ങനെ ടെക്നിക്ക് അറിവുള്ളതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്ത പ്രകാശം കെട്ടുപോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത്. നിഷാദിനെ റിമൂവ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഹലോ, കേട്ടോ? നിഷാദിനെ റിമൂവ് ചെയ്തേക്കണോ? അല്ല, അദ്ദേഹം പറയാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് റിമൂവ് ചെയ്യേണ്ടി വന്നതാണ്. കെട്ടുപോകണമെന്നുള്ള മുപ്പറൊന്ന് വിശദീകരിച്ചു തന്നാൽ മതി. ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഹസഫൽ ഖമറു, ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകും എന്ന് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് ഖുർആൻ പറഞ്ഞത് വിശദീകരിച്ചു. ഞാൻ ഉപയോഗിക്കുന്നത് KV കൂറ്റനാടിന്റെ പരിഭാഷയാണ്. ഇനി നിഷാദ് KV കൂറ്റനാട് പരിഭാഷ അറിയില്ല എന്ന് മൂപ്പര് പറയണമെങ്കിൽ മൂപ്പരെ പുറത്ത് കിട്ടും ചെയ്താൽ വേറെ പരിഹാരം ഒന്നുമില്ല. KV കൂറ്റനാടിന്റെ പരിഭാഷയില് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞേ പറയൂ. ഓട്ടോ ഡിക്റ്റേറ്റർ പറയൂ. ഹലോ, നിഷാദ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അത് പരിഭാഷയിൽ എന്താണ് പറയുന്നത് വായിച്ചേ. ഓട്ടോ ഡിക്റ്റേറ്റർ ഒന്ന് വായിച്ചേ. എന്താണ് ഞാൻ കേട്ടില്ല, ഒന്ന് വായിച്ചേ. ഓട്ടോ ഡിക്റ്റേറ്റർ ഒന്ന് വായിക്കും. കെട്ടുപോകുന്ന പറഞ്ഞ സമാധാനക്ക് ഓട്ടോ ഡിറ്റക്ട് ഓട്ടോ ഡിറ്റക്ട് ഞാൻ പറയണത് കേൾക്കണില്ല? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറയൂ ഓട്ടോ ഡിക്റ്റേറ്റർ പറയൂ. കെട്ടുപോകുന്നു പറഞ്ഞ കേട്ടില്ല. ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകുന്നു പറഞ്ഞ കേട്ടില്ല. അതുകൊണ്ട് എന്താണ് കുഴപ്പം? അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞതുമായിട്ട് എതിരാവുന്നത്? എങ്ങനെ നിഷാദ് ഇത് മാത്രം വിശദീകരിച്ചാൽ മതി. ഇല്ലാത്ത പ്രകാശം എങ്ങനെ പ്രശ്നം തീർന്നു. ആ കെട്ടുപോകുന്ന എങ്ങനെ? സോഴ്സ് ലൈറ്റിന്റെ സോഴ്സ് കെട്ടുപോകുമ്പോ ഇതും കെട്ടുപോകും. ഇല്ലാത്ത പ്രകാശം കെട്ടുപോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മതി. അത് തന്നെ പറഞ്ഞത്.
ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രിസിറ്റി നിന്ന് കഴിഞ്ഞാല് ഒരു മിനിറ്റ് ഇലക്ട്രിസിറ്റി ആകുന്ന എനർജി, ഞാൻ പറയട്ടെ, ഇലക്ട്രിസിറ്റി ആകുന്ന ഇലക്ട്രിക്കൽ എനർജി അനുവദിക്കരുത്. നിഷാദനൊന്ന് മ്യൂട്ട് ചെയ്യണം. ഇല്ലാത്ത പ്രകാശം കെട്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളതെന്ന് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെ എന്നെ ഇടക്ക് കയറി ആരും സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു തീർന്നിട്ട് സംസാരിക്കുക. ആ കെടുന്നത് എങ്ങനെയാണ്? ആ എനർജിയുടെ സോഴ്സ് കെടുമ്പോൾ അതും കെടും. പ്രകാശം എത്തൂല എന്നല്ല പറഞ്ഞത്, ചന്ദ്രന്റെ പ്രകാശം കെടുന്ന പറഞ്ഞത്. ചന്ദ്രന്റെ എന്റെ പൊന്നുപോലെ കെടുന്നത് എങ്ങനെ? സൂര്യന്റെ പ്രകാശം കെടുമ്പോൾ ചന്ദ്രന്റെ പ്രകാശവും കെടും. ഏതുപോലെ ഇലക്ട്രിക്കൽ എനർജി നിൽക്കുമ്പോൾ ലൈറ്റ് എനർജിയും നിൽക്കും. ഇലക്ട്രിക്കൽ എനർജിയാണ് ലൈറ്റ് എനർജിയെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് വെക്കൂലേ? ലൈറ്റ് ഓഫ് ആവൂലേ? ഇതുപോലെ അറിയില്ല എന്റെ ഓട്ടോ ടിക്കറ്റ് താങ്കൾക്ക്. ഒരു മിനിറ്റ് ഒരു ചാണ് മേലെ മാശരെന്ന് സൂര്യ ഉദിക്കാനുള്ളതാണ്. സൂര്യന്റെ അവിടെ കെട്ടിട്ടില്ല, ചന്ദ്രന്റെ ഇത് പറയും. നിങ്ങളിപ്പോ കൂട്ടനാടിനെ കൊണ്ടുവന്നല്ലോ. കൂട്ടനാട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലാത്ത പ്രകാശം ആയിക്കോട്ടെ, പ്രകാശം വരുന്നത് എവിടുന്നാ? പ്രകാശം വരുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പൊ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ വരുന്നു. ചന്ദ്രന്റെ പ്രകാശം കെടും. നിഷാദേ, അതിലെവിടെയാണ് ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാം. എന്താന്ന് വെച്ചാല് സംഭവം ഇപ്പൊ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നത് എന്താ വെച്ചാല് ഇബ്നു ഹൈത്തം മറ്റേ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ശാസ്ത്ര സത്യം മുമ്പോട്ട് വെച്ചതിന്റെ പേരിലാണല്ലോ ഇങ്ങനെ ഇതാക്കുന്നത്. അത് ആ ഒരു ശാസ്ത്ര സത്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ചന്ദ്രനിലുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നുള്ള ഒരു കാര്യം ഇബ്നു ഹൈത്തം അല്ല ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി. ആദ്യത്തെ കാര്യം അത് മനസ്സിലാക്കണം. നൗഷ് ഭായ് അതാ പറഞ്ഞു തരുന്നത്. അതായത് ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആള് ഇബ്നു ഹൈത്തം അല്ല. ഇബ്നു ഹൈത്തമിനും എത്രയോ മുമ്പ് അത് ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗ്രീക്ക് സയന്റിസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് നിഷാദ് ഭായി പോയി തപ്പി കണ്ടുപിടിക്കുക. അതുവരെ ബാക്കിയുള്ള സംസാരിക്കട്ടെ. നൗഷ് ഭായ് എന്തോന്ന് പറഞ്ഞല്ലോ. അതെ, ഒന്ന് പറയാനുള്ളത്, ഈ ഇവര് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ജീവിച്ചിരുന്ന സയന്റിഫിക് ടെമ്പറുള്ള ശാസ്ത്ര കണ്ടെത്തലുകൾ നടത്തിയ ആൾക്കാരൊക്കെ മുസ്ലിം ഒന്ന് തീർന്നോട്ടെ, ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ. അപ്പൊ ഇബ്നുൽ ഹൈത്തമിന്റെ ബയോഗ്രഫി നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല്, as a youth he thought about the conflicting religious views of the various religious movements and came to the conclusion that none of them represented the truth. അപ്പൊ അയാള് ആ കാലത്തുള്ള ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ് അയാളുടെ ബയോഗ്രഫിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇയാൾ ഇതിലാണ് പിന്നെ നേരത്തെ ഫാഹിം പറഞ്ഞ പോലെ ഇബ്ൻ ഹൈത്തം ഒന്നുമല്ല ആദ്യമായിട്ട് ചന്ദ്രന്റെ റിഫ്ലക്ഷനിലൂടെയാണ് ഇത് വന്നൊക്കെ പ്രകാശം വരുന്നതൊക്കെ കണ്ടുപിടിച്ചത്. അതിനും എത്രയോ മുമ്പേ എത്രയോ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ആസ്ട്രോണമി ഒക്കെ വേറെ പല സ്ഥലങ്ങളിൽ ലോകത്തുണ്ടായിട്ടുണ്ട്. പിന്നെ ഇബ്ൻ ഹൈത്തം ഉപയോഗിച്ചിരുന്ന സയന്റിഫിക് രീതി എന്ന് പറയുന്നത് ഗ്രീക്ക് ശാസ്ത്രജ്ഞരിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതേ രീതിയാണ് അയാൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇബ്ൻ ഹൈത്തമാണ് ലോകത്ത് ആദ്യമായിട്ട് സയന്റിഫിക് രീതിയെ കണ്ടുപിടുത്തം പറയുന്ന വലിയ അവകാശമാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്ന് ആ കാലഘട്ടത്തിലും ഏത് കാലഘട്ടം ആയിക്കോട്ടെ, ഏത് വലിയ പൊട്ടൻ ഹലോ അപ്പോ ഏത് കാലത്തും ഈവൻ ക്രിസ്ത്യാനിറ്റി നിന്നിരുന്ന കാലത്താണ് ഗലീലിയോ അയാളുടെ കണ്ടെത്തലുകൾ നടത്താൻ ശ്രമിച്ചത്. അപ്പൊ ഏത് പൊട്ടൻ കാലഘട്ടത്തിലും ആൾക്കാർക്ക് ബുദ്ധിയുള്ള ആൾക്കാർ എപ്പോഴും ജീവിച്ചിരിപ്പില്ല. അപ്പൊ അവർക്ക് അവരുടെ കണ്ടെത്തലുകൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാം കൊണ്ടുപോയി ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ഇടുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യന്മാര് സയന്റിഫിക് ടെമ്പർ വിശ്വസിക്കാതെ അവർ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. നൗഷാദ്, ഞാൻ പറയാം, ഈ അനക്സഗോറസ് എന്ന് പറയുന്ന ക്രിസ്തുവിനും 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അനക്സഗോറസ് എന്ന് പറയുന്ന ആളാണ് ആദ്യം മൂണിന് സണ്ണിന്റെ ലൈറ്റ് കൊണ്ടാണ് ഈ ഡിഫറെന്റ് ഫേസസ് വരുന്നതെന്ന് ഓരോ സ്ക്രിപ്റ്റുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അനക്സഗോറസ്, അതായത് യേശുവിനും BC 400 ജീവിച്ചിരുന്ന ആള്. അതുപോലും പറയാനുള്ള ബുദ്ധി അള്ളാഹ്ക്കും മുഹമ്മദിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശോചനീയം. ഷെറിൻ ആ പേര് പറയാൻ പാടില്ലായിരുന്നു. ഷെറിൻ, ഞാൻ ആ പേര് മനഃപൂർവ്വം പറഞ്ഞതാണ്. അല്ല, ഒരൊറ്റ കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഈ പിന്നെ
നൂറിന് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് അർത്ഥം വെച്ച സമയത്ത് ഈ ഖുറാനിൽ അള്ളാഹു നൂറാണ് എന്ന് പറയണ്ടല്ലോ എന്നുള്ള ചോദ്യം സൗദിയുടെ ഫത്വ വെബ്സൈറ്റ് ആയ ഇസ്ലാം QA അതിലേക്ക് പോയിട്ടുണ്ട്. അതിൽ അവർ വളരെ വിശദമായ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ചെറിയൊരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഫസ്റ്റ്ലി, most scholars of Arabic language and tafsir do not agree that Noor is a transient reflection of dough light, and they do not accept that it is not an inherent characteristic. They say that this understanding is in fact taken from the philosophers who study astronomy and nature. From a linguistic and Quranic point of view, there is nothing to support this understanding. Therefore, this vicious argument is completely baseless, especially since many scholars of the Arabic language, such as Ibn as-Sikhi, said that Noor and Diya are synonymous, and it is not known that there is any differentiation between them from a linguistic point of view. ഇത് സൗദി അറേബ്യയുടെ ഫത്വ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇസ്ലാം QAയിലേക്ക് ഈ രണ്ട് ചോദ്യങ്ങളും പോയ സമയത്ത് അവർ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക ഫത്വയാണിത്. ഇനി അവർക്ക് അറബി അറിയാത്തതുകൊണ്ടാണ് നിഷാദിന് വാദം ഉണ്ടെങ്കിൽ ഓക്കെ, യാതൊരു കുഴപ്പമില്ല. നിഷാദ് എല്ലാം അറിയുന്ന ആളാണ്, ഇവർക്കൊന്നും അറിയാത്തത്. നിഷാദിനൊന്ന് കേട്ടണേ, മുകളിലേക്ക് അറിയുന്ന ആളാണ് നിഷാദ്. പുള്ളിയാണ് പ്രധാന പണ്ഡിതൻ. നിഷാദ് ഇപ്പൊ എല്ലാ ദിവസവും ഒന്ന് പുള്ളിയെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. ആരാന്ന് വെച്ചാല് അറബിയില് സൺലൈറ്റ് മൂൺലൈറ്റ് എന്നതിന് എന്താണ് പറയാ? അറബിയില് ആർക്കും കിട്ടും. ഇത് islamqa.org ആ ഫത്വ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആർക്കും വെരിഫൈ ചെയ്യാം. അതിന് ഒരു മിനിറ്റ് മുഹമ്മദ് നിഷാദ് പുള്ളിയെ ഇൻവൈറ്റ് ചെയ്യും, പുള്ളി വരട്ടെ. അതിന് മുമ്പ് ഫാസിൽ പോയോ? ഫാസിൽ എന്തോന്ന് ചോദിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാസിൽ ചോദിക്കും. ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ എന്നെ ഓഡിയൻസിലേക്ക് മാറ്റി ഞാൻ സംസാരിക്കട്ടെ. ജസ്റ്റ് മിനിറ്റ്. ഒരു മിനിറ്റ്, ആ ഓട്ടോയിലേക്ക് 10 നമ്പർ ഒന്ന് പറയട്ടെ, അതിനുശേഷം ഫാസിൽ ഇസ്ലാം QAയിലെ ക്വസ്റ്റ്യൻ നമ്പർ 25554. ക്വസ്റ്റ്യൻ നമ്പർ 25554 islamqa.org. സോറി, islamqa.info. ഓക്കെ, അതിനകത്ത് വളരെ വിശദമായിട്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട്, ആർക്കും നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25554. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ കൂടുതൽ ആർഗ്യുമെന്റ്സിന് പോലും റെലവൻസ് ഇല്ല. കാര്യം സൗദി അറേബ്യ തന്നെ അവരുടെ ഒഫീഷ്യൽ ഫത്വ സൈറ്റിൽ ഔദ്യോഗികമായി സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് വേറെ പണിയെടുക്കാം. ഓക്കെ, ഫാസിൽ ഭായി പറയൂ. ഫാസിൽ ഭായി അല്ല, നിഷാദ് ഭായി ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. നിഷാദ് ഭായിട്ടല്ല എപ്പോഴും നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇനി ഇതിലിപ്പോ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഓട്ടോ ഡിക്റ്റേറ്റർ ഇസ്ലാം QAയിൽ നിന്ന് അദ്ദേഹം എന്തോ വായിച്ചിട്ടുണ്ട്. ഞാൻ താഴെയായിരുന്നു, എനിക്ക് ഫുൾ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. താങ്കളൊന്ന് പ്രസക്തമായ ഭാഗം മാത്രം, എന്നെ റെഫ്യൂട്ട് ചെയ്യാനുള്ള പ്രസക്തമായ ഭാഗം താങ്കളൊന്ന് വായിക്കുമോ ഓട്ടോ ഡിക്റ്റേറ്റർ? ഓട്ടോ ഒന്ന് വായിക്ക്. ഓട്ടോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വായിച്ചതാണത്. islamqa.info സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ സൈറ്റ് ആണ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 25554 ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട്. നൂർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെങ്കിൽ അള്ളാഹു നൂറാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അർത്ഥം എന്ന്. അപ്പൊ അതിന് അവർ കൊടുക്കുന്ന ആൻസറിൽ ഫസ്റ്റ്ലി, most of the scholars of Arabic language and tafsir do not agree that Noor is a transient reflection of dough light, and they do not accept that this is not an inherent characteristic. They say that this understanding is in fact taken from the philosophers who study astronomy and nature. From a linguistic and Quranic point of view, there is nothing to support this understanding. Therefore, this vicious argument is completely baseless, especially since many scholars of the Arabic language, such as Ibn as-Sikhi, said that Noor and Diya are synonymous, and it's not known that there is any differentiation between them from a linguistic point of view. ഇതാണ് സൗദി അറേബ്യയുടെ ഫത്വ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ആൻസർ ഇതേ ചോദ്യത്തിന്. ഓക്കെ, താങ്ക് യു ഓട്ടോ. നിഷാദ് എന്തെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ പിന്നെ നിഷാദ് ഞാൻ പറയാം. ഒരു അഭ്യർത്ഥന ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിഷാദ് ഭായി കുറച്ച് സൗണ്ട് പുറത്ത് സംസാരിക്കാമെന്ന് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട്. കുറച്ച് വോളിയം കുറക്കണം എന്ന്, പ്ലീസ്. കണ്ടിന്യൂ. നിഷാദ് ഭായി കണ്ടിന്യൂ, പറയൂ. നിഷാദ് ഭായി പറയൂ, കേൾക്കുന്നില്ല. ഞാനാണോ കേൾക്കാത്തത്? എന്റെ കേൾക്കുന്നുണ്ടോ?
അല്ല കേൾക്കുന്നില്ല. നിഷാദ് ഉണ്ടോ അവിടെ? നിഷാദ് പറയൂ, കേൾക്കുന്നില്ല. ഞാൻ പറയട്ടെ? പറയൂ. ഓക്കെ. അപ്പോ ഞാനിപ്പോ ആ ഫത്വ എടുത്തു, ഇസ്ലാം ക്യൂയിൽ നിന്ന് ഞാനിപ്പോ ഫത്വ എടുത്തു. അപ്പൊ അതിൽ പറയുന്നത് നമ്മുടെ ആണ് ഒരു മിനിറ്റ്. ഓക്കെ. Therefore, this specious argument is completely baseless, especially since many scholars of the Arabic language, such as Ibn Shakir, said that Nur and Leah are synonymous, and it is not found that there is any differentiation between them from a linguistic point of view. എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ വീക്ഷണത്തിൽ അതിന് എന്തില്ല, വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ്. ഞാൻ അതിനിവിടെ ഖണ്ഡിക്കാൻ പോവുകയാണ്. ശരിക്കും കേട്ടോ, ഭാഷാപരമായിട്ട് തന്നെ വ്യത്യാസമുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ അതിനെടുക്കുന്നത് ഡിക്ഷണറിയാണ്. പറഞ്ഞോളൂ. അതിവിടെ ഖണ്ഡിക്കേണ്ട നിഷാദ്, സൗദിയിലുള്ളവരെല്ലാം ലിസാനുൽ അറബ് നോക്കാതെ കണ്ണടച്ചിരുന്നിട്ടാണല്ലോ എഴുതിയത്. അതെ, അത് സൗദിയിൽ പോയിട്ട് സൗദിയിൽ ആ ഫത്വ ഇറക്കിയ ആളോട് പറയാം. സൗദിയിലുള്ളവരൊക്കെ കണ്ണടച്ചിരുന്നിട്ടാണ് ലിസാനുൽ അറബ് അവർക്ക് അറിഞ്ഞുകൂടാ. നമുക്കും മാത്രം അറിയാൻ പാടുള്ളൂ, നിഷാദിന് മാത്രം അറിയാൻ പാടുള്ളൂ. അപ്പൊ അവരൊക്കെ കണ്ണടച്ചിരുന്നു. ഭാഷാപരമായിട്ട് അതില് ആ വാക്കുകളിൽ അർത്ഥവ്യത്യാസം ഇല്ലാന്ന് സൗദിയിൽ നിന്നുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇറക്കിയ ഫത്വ അല്ല അത്. പ്ലീസ് ഞാൻ പറയാം. ഞാൻ ഇവിടെ നിങ്ങൾ ചെയ്യണ്ടാന്ന്. കാരണം ഞാൻ പറയുന്നു, നിങ്ങൾ പറയണ്ട. ഇവിടെ ഏതെങ്കിലും മതപണ്ഡിത സഭയല്ല അവസാന വാക്ക്. വിശുദ്ധ ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസാണ് ഇസ്ലാമിലെ നിയമങ്ങൾ. ആ ഖുർആനിന്റെ ഒരു മിനിറ്റ്, ആ ഖുർആനിന്റെ നിഷാദാണോ അവസാന വാക്ക്? അല്ല, മുഫസ്സിറുകൾ എടുത്തോ, തഫ്സീർ എടുത്തോ. ഏതാ തഫ്സീർ? ഇബ്നു കസീർ എടുത്തോ. ഇബ്നു കസീർ പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഈവൻ ദോ ഇറ്റ് ഈസ് ബ്യൂട്ടിയുടെ ആവശ്യം എന്താ? ഞാൻ പറയട്ടെ, തഫ്സീർ എടുക്ക്. തഫ്സീർ പറയുന്നു ഈവൻ ദോ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സൺ. കണ്ടോ, തഫ്സീർ ഇബ്നു കസീറാണ് ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഭാഷാപരമായിട്ട് ഞാൻ തെളിയിക്കാം. ലിസാനുൽ അറബ് ഡിക്ഷണറി എടുക്ക്. എന്താ നൂറിന് അർത്ഥം കൊടുത്തത്? പയ്യൻ എടുക്ക്. ഡിക്ഷണറി എടുക്ക്. എന്താ ഇതിന്റെ അർത്ഥം? നൂറൻ. ലിംഗ്വിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ നൂർ എന്ന് പറഞ്ഞാൽ പയ്യൻ എന്നാണ്, റിഫ്ലക്ട് എന്ന അർത്ഥമുണ്ട് അതിന്. അപ്പൊ ഭാഷാപരമായിട്ട് റിഫ്ലക്ഷൻ എന്ന അർത്ഥമുണ്ട്. മുഫസ്സിറിൽപ്പെട്ട ഇബ്നു കസീറും കൃത്യമായിട്ട് അതിന് റിഫ്ലക്ഷൻ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നു. നൂറ് ഒന്നാണെന്നാണ് പഴയ പണ്ഡിതന്മാര് പറഞ്ഞതെന്നാണ് ആ ഫസ്റ്റ് കൊടുത്തത്. ഞാനിവിടെ തെളിയിക്കേണ്ടത്, ഞാനിവിടെ ഡിക്ഷണറി വെച്ച് തെളിയിക്കുകയാണ്. നിങ്ങൾക്ക് അത് നേടാൻ പറ്റുമോ? ഞാൻ ഡിക്ഷണറി വെച്ച് തെളിയിക്കുന്നു. എന്താ ഇതിനർത്ഥം? ഏത് ഭൂഖണ്ഡത്തിലുള്ള ഡിക്ഷണറിയാണ് പുള്ളി? സമാധാനപ്പെടും. വേറെ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ ചർച്ച വേറെ വഴിക്കില്ല, ചർച്ച നേരായ വഴിക്ക് തന്നെയാണ്. ഞാനുള്ള നേരായ വഴി തന്നെ ചർച്ച പോകും. ഈ കള്ളം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നവരെ സമയം കളയാൻ വേണ്ടി എന്നെ പൊന്നു ശരണ്യ ഒന്നും മിണ്ടാതിരിക്കും. ജസ്റ്റ് പ്ലീസ് കടവരൂട്ടല്ലേ ശരി, പ്ലീസ്. നിങ്ങളായി ബഹളം ഉണ്ടാക്കുന്നത്. ഞാനല്ലേ ഇൻവൈറ്റ് ചെയ്തത്? ഞാൻ ഇൻവൈറ്റ് ചെയ്തതല്ലേ? മാറ്റിയേക്കാം. നിഷാദും ഞങ്ങളുടെ ചെവിക്ക് വലിയ തകരാറുണ്ടാകുന്ന രീതിയിലുള്ള ഓഡിയത്തിലാണ് ഒന്നാമതായിട്ട് സംസാരിക്കുന്നത്. അത് വലിയ സോറി, എന്റെ ശബ്ദം അങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങളല്ല, നൂറുകണക്കിന് ആൾക്കാർ കേട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ വളരെ ഈ കള്ളത്തരം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഓളിയാണ്. ഞാൻ ഇവിടെ ഡിക്ഷണറി എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്. എന്തൊരു ഓളിയാണ്. നിങ്ങൾക്ക് ഡിക്ഷണറി ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഡിക്ഷണറി ഓപ്പൺ ചെയ്യാം. നിഷാദ് ഭായ് ഒരു കാര്യം ചോദിക്കട്ടെ നിഷാദ് ഭായ്, അറബി മാതൃഭാഷയായിട്ടുള്ള ആളുകള് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ അപ്പുറത്താണോ നിങ്ങൾ ഡിക്ഷണറി? അല്ല, അയാളെ ഒഴിവാക്കി നമുക്ക് ചർച്ച വേറെ ആൾക്കാർക്കും. ഇയാളെ എല്ലാ സമയം വെറുതെ സമയം കളയാൻ വേണ്ടി വച്ചുണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ്. വെറുതെ അയാളെ എൻഗേജ് ചെയ്യണം. വിട്. ഡോക്ടർ ഷാ എന്തോ കൂട്ടിച്ചേർക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ ഷാ പറയൂ. അള്ളാഹുവിനെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. അത് ഖുർആനില് ഒരു ശാസ്ത്രമുണ്ട്, എനിക്കറിയാവുന്ന ഫീൽഡിലേ എനിക്ക് പറയാൻ പറ്റൂ, ബാക്കിയുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ അറിയില്ല. അപ്പം
സംഭവം 2 വർഷം പാല് കൊടുക്കാൻ പറയുന്നത്. അത് ഇപ്പോഴത്തെ സയൻസിന്റെ സ്റ്റഡീസിൽ 2 വർഷം പാല് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ശാസ്ത്രമല്ലേ എന്നാണ് എന്റെ ഒരു ഇത്. മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും 2 വർഷം എന്ന കൃത്യമായ കാലാവധി ആയിട്ടൊന്നും ഖുറാനിൽ പറയുന്നില്ല. ഇങ്ങനെ പറയണില്ല. ഓക്കെ, എന്തായാലും ഖുറാൻ പറഞ്ഞത് കൊണ്ട് പാല് കൊടുക്കുന്നത് 2 വർഷമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താല് ഈ പറഞ്ഞ പോലെ സഹോദരങ്ങളായിട്ട് മാറുമെന്ന് സംശയം കൂടെ എനിക്ക് ഇല്ലാതില്ല. ഈ പറഞ്ഞ പോലെ അമ്മമാര് സൂക്ഷിക്കണം, മക്കളൊക്കെ സഹോദരന്മാരായിട്ട് മാറുന്നു. വിഷയം ഇവിടെ വരാം. അതിനകത്ത് പാല് കൊടുക്കൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്.